ഒരിക്കലും ഒരാളോട് ഇതുപോലെ ലിഫ്റ്റ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഇൻറ്റൻസിറ്റി കൂടിയാൽ അല്ലെങ്കിൽ വോളിയം കൂടിയാൽ തന്നെ ഓവർ ട്രെയിനിങ് ആയി മാറും. ഓവർ ട്രെയിനിങ് ആയാൽ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടില്ല. അപ്പം ഞാൻ പിന്നെയും എടുത്ത് പറയാണ്, ബിഗിനേഴ്സ് ഒരിക്കലും ഇത് കണ്ട് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യരുത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഒരു അപ്പർ ഡേ വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി നമ്മൾ പുതിയ ജിമ്മിലെത്തി. ഇന്നിവിടെ FT60 വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മുടെ ജിമ്മ് മാറി, നാട്ടിലുള്ള ജിമ്മിൽ നിന്നും ഇപ്പം ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പം എല്ലാ വർക്കൗട്ട് വീഡിയോസും കാര്യങ്ങളെല്ലാം ഇവിടെ നിന്നായിരിക്കും. അപ്പം ഇന്നത്തെ റുട്ടീൻ എന്ന് വെച്ചാൽ അപ്പർ ബോഡി ഫോക്കസ് ആണ്. അപ്പർ ബോഡിയിൽ നമ്മൾ ചെസ്റ്റ്, ഷോൾഡർ, പിന്നെ ട്രൈസെപ്സും. വർക്കൗട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബെഞ്ച് പ്രസ്സിന് വേണ്ടി ഒരു ഡിഫറെൻറ്റ് ഡേ തന്നെ ഉണ്ട്. അപ്പം ബെഞ്ച് പ്രസ്സും അതിൻ്റെ സപ്പോർട്ടിങ് ആക്സസറീസും ചെയ്യാനൊരു ഡേ ഉണ്ട്. അപ്പം ഇന്നത്തെ വർക്കൗട്ട് എന്ന് വെച്ചാൽ നമ്മൾ പ്യുവർലി ഹൈപ്പോട്രോഫിയിലേക്കും ഫോക്കസ് ചെയ്യുന്നത്. ഹൈപ്പോട്രോഫി എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കോമ്പൗണ്ട് മൂവ്മെൻറ്റ്സിലായിരിക്കും. കോമ്പൗണ്ട് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മിലിറ്ററി പ്രസ്സിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻക്ലൈൻഡ് ഡംബിൾ പ്രസ് ചെസ്റ്റിന് വേണ്ടി, അപ്പർ ചെസ്റ്റിന് വേണ്ടി ഇൻക്ലൈൻഡ് ഡംബിൾ പ്രസ്സും ചെയ്യും. ഷോൾഡറിൻ്റെ ഓരോ ഹെഡിനും ഒരു വർക്കൗട്ട് കൊടുക്കും. നമ്മൾ ഫ്രണ്ട് ഡെൽറ്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മുടെ മെയിൻ ഫോക്കസ് സൈഡ് ഡെൽസിലും അതുപോലെ റിയർ ഡെൽറ്റിലുമാണ്. അത് കഴിഞ്ഞ് ട്രൈസെപ്സിന് 1-2 വർക്കൗട്ട്. വാമപ്പിന് നമ്മൾ മെയിനായിട്ട് റൊട്ടേറ്റർ കഫ് മസിൽസ് ആണ്, അതായത് സ്റ്റെബിലൈസിങ് മസിൽസ് ആണ് വാമപ്പ് ചെയ്യുന്നത്. പിന്നെ ഷോൾഡറും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് വാമപ്പ് ചെയ്യും. അപ്പം ഈ വാമപ്പ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്യാം. കാരണം കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു വീഡിയോ ആണത്. അതുപോലെ ഓരോ വാമപ്പിൻ്റെ ഫങ്ഷൻ എന്താ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഷോൾഡർ ഡേ അല്ലെങ്കിൽ ഒരു ചെസ്റ്റ് ഡേയിൽ എന്തൊക്കെ വാമപ്പാണ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത്. ഷോൾഡറിൻ്റെ ഇൻറ്റേർണൽ റൊട്ടേഷൻ, എക്സ്റ്റേണൽ റൊട്ടേഷൻ, ഇതെല്ലാം കവർ ചെയ്യണം. അതിനുവേണ്ടി എന്തായാലും ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം. ഇപ്പം വാമപ്പ് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂ. കാരണം ഷോൾഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഷോൾഡറിന് എന്തെങ്കിലും ഇഞ്ചറി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വർക്കൗട്ടും നടക്കില്ല. അത് ബെഞ്ച് പ്രസ് ആയിക്കോട്ടെ, സ്ക്വാട്ട് ആയിക്കോട്ടെ, ഏത് വർക്കൗട്ട് ആയിക്കോട്ടെ, അപ്പർ ബോഡി ഏത് വർക്കൗട്ട് നിങ്ങൾ ചെയ്യണേലും നിങ്ങളെ ഷോൾഡർ ബുള്ളറ്റ് പ്രൂഫ് ആയിട്ട് നിൽക്കണം. ഒരിക്കലും ഇഞ്ചറി വരാത്ത രീതിയിൽ. അപ്പം അതിന് വേണ്ടിയുള്ള വാംസ് എല്ലാം ഞാനൊരു വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് കവർ ചെയ്യാം. അത് നിങ്ങൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ അപ്പർ ഡേൻ്റെ പാർട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഷോൾഡറിന് ഒരു ഇഞ്ചറിയും വരില്ല. ഷോൾഡറിൻ്റെ ഫുൾ റൊട്ടേഷൻസും അതേപോലെ പാർഷ്യൽ റൊട്ടേഷൻസും. ബാൻഡഡ് ചിക്കൻ വിങ്സ് എന്നാണ് ഇതിന് പറയുക. ആദ്യത്തെ വർക്കൗട്ട് മിലിറ്ററി പ്രസ്സാണ്. കോമ്പൗണ്ട് മൂവ്മെൻറ്റ്സിലാണ് നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. കോമ്പൗണ്ട് മൂവ്മെൻറ്റ്സ് ചെയ്തതിന് ശേഷം ആണ് ഐസൊലേഷനിലേക്ക് കടക്കുന്നത്. മിലിറ്ററി പ്രസ് ആദ്യത്തെ ഒരു 2-3 സെറ്റ് വാമപ്പും അതിനുശേഷം ഒരു 3 സെറ്റ് വർക്കിംഗ് സെറ്റും. വാമപ്പ് ഫ്രീ ബാർ ഒരു 5 kg 10 kg പെർ സൈഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 50 kg or 60 kg വർക്കിംഗ് സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. നോക്കാം ഇന്നത്തെ എനർജി ലെവലും സ്ട്രെങ്ത് ലെവലും എങ്ങനെയുണ്ട് നോക്കിയിട്ട് ആണ് നമ്മൾ വർക്കിംഗ് സെറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. വർക്കിംഗ് സെറ്റ് ഒരിക്കലും ഒരു പ്രീ ഡിഫൈൻഡ് നമ്പർ അല്ല. നമ്മുടെ ആ ദിവസത്തെ ബോഡിയുടെ കണ്ടീഷനും ബാക്കി കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ വർക്കിംഗ് സെറ്റ് ചെയ്യുന്നത്. ഇത് കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് ബിഗിനേഴ്സിനോട്, നിങ്ങൾ ഒരിക്കലും ഒരാളുടെ വർക്കൗട്ട് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യരുത്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ചെയ്യുന്ന വർക്കൗട്ട് ഒരാളും ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യരുത്. കാരണം ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി വർക്കൗട്ട് ഷെഡ്യൂളേ അല്ല. ഹൈ വോളിയം ഹൈ ഇൻറ്റൻസിറ്റി വർക്കാണ് ഇത്. എൻ്റെ റെസ്റ്റിംഗ് പീരീഡും എൻ്റെ ഡയറ്റും ഞാൻ യൂസ് ചെയ്യുന്ന സപ്ലിമെൻറ്റ്സും എല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് ഇങ്ങനെ പ്രോഗ്രാം ഫോളോ ചെയ്യുന്നത്. എന്തായാലും നിങ്ങളെ മൈൻഡിൽ വേണം. അല്ലാതെ ഒരാൾ ചെയ്യുന്നത് ബ്ലൈൻഡായി ഫോളോ ചെയ്താൽ ഒരിക്കലും അയാളെപ്പോലെ ബോഡി ഉണ്ടാവാനോ അല്ലെങ്കിൽ അയാളെപ്പോലെ ആവാനോ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് എന്താണ് ആപ്റ്റ്, നിങ്ങളുടെ സ്ട്രെങ്ത് ലെവൽ, ബോഡി കണ്ടീഷൻ, ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നിങ്ങളുടെ വയസ്സ്, ജെനറ്റിക്സ്, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം. ഇൻറ്റൻസിറ്റി കൂടിയാൽ അല്ലെങ്കിൽ വോളിയം കൂടിയാൽ തന്നെ ഓവർ ട്രെയിനിങ് ആയി മാറും. ഓവർ ട്രെയിനിങ് ആയാൽ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടില്ല. പിന്നെ നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പം കുറച്ച് മൊമെൻറ്റം യൂസ് ചെയ്യാം. കാരണം ഈ മൂവ്മെൻറ്റിൽ ഹൈപ്പോട്രോഫി മാത്രമല്ല നമ്മുടെ ഫോക്കസ്. സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യുക, ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യുക, കോർ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യുക, അതും കൂടിയാണ് നമ്മുടെ ഗോൾ. അപ്പം കുറച്ച് മൊമെൻറ്റ്, ഹെവി വെയിറ്റിൽ കുറച്ചൊന്നും മൊമെൻറ്റം യൂസ് ചെയ്യുന്നതിനും കുഴപ്പമില്ല. വല്ലാതെ ഈഗോ ലിഫ്റ്റിംഗ് ആയി പോകാതിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന ലോഡ് നിങ്ങളുടെ കൺട്രോളിൽ വേണം, അത്രേ ഉള്ളൂ. ഇപ്പം സെക്കൻഡ് വാം സെറ്റാണ്. ഈ ഒരു സെറ്റും അടുത്ത സെറ്റും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്നത്തെ സ്ട്രെങ്ത് ലെവൽ എത്ര ഉണ്ട്, വർക്കിംഗ് സെറ്റ് എത്ര ചെയ്യണമെന്ന്. അപ്പം നമ്മുടെ ഇന്നത്തെ ഗോൾ എന്ന് വെച്ചാൽ ഒരു 8 RPയിൽ ചെയ്യാനാണ്. 8 RPയിലാണ് വർക്കിംഗ് സെറ്റ് ചെയ്യുന്നത്. RP എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് പെർസീവ്ഡ് എക്സേഷൻ. എപ്പോഴും നിങ്ങളൊരു വർക്കൗട്ട് ചെയ്യുമ്പം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് RP മെഷർ ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. നിങ്ങളൊരു ബിഗിനർ ലെവൽ കഴിഞ്ഞാൽ, ഒരു ഇൻ്റർമീഡിയറ്റ് അഡ്വാൻസ്ഡ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ RP ലെവലിൽ വേണം വർക്കൗട്ട് ചെയ്യാൻ.
RP എന്ന് റേറ്റ് ഓഫ് പെർസീവ്ഡ് എക്സേഷൻ എന്ന് വെച്ചാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ 8 RPയിലാണ് ചെയ്യുന്നത്. 8 RPയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലാസ്റ്റ് റെപ്പ് കഴിയുമ്പം എനിക്ക് 2 റെപ്പും കൂടെ അടിക്കാനുള്ള എനർജി അല്ലെങ്കിൽ കപ്പാസിറ്റിയെ എൻ്റെ ബോഡിക്കുള്ളൂ എങ്കിൽ അതാണ് 8 RP. നേരെ മറിച്ച് ഇപ്പോൾ 7 RP ആണെങ്കിൽ എനിക്കൊരു 3 റെപ്പും കൂടെ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കറക്റ്റ് ഒരു നമ്പർ പറയാൻ പറ്റില്ല, നമുക്കൊരു റേഞ്ചാണ്, ഒരു 7.5 8 RP ആണ് നമ്മുടെ പ്ലാൻ ഇന്നത്തെ. അപ്പം സെക്കൻഡ് വാം സെറ്റിലേക്ക് കിടക്കാം. വാം സെറ്റിൻ്റെ ഇടയിൽ അധികം റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല, ഒരു മാക്സിമം 60 സെക്കൻഡ്സ് ഒക്കെ മതി. അപ്പം ഇത് നമ്മുടെ ലാസ്റ്റ് വാം സെറ്റാണ്. ഇതനുസരിച്ചിട്ടുണ്ടാവും നമ്മുടെ വർക്കിംഗ് സെറ്റ്. ഓക്കെ, 5 റെപ്പ് കുഴപ്പമില്ല, ഈസി ആയിട്ടാണ് പോയത്. അപ്പം ഇന്നത്തെ വർക്കിംഗ് സെറ്റ് 60 kg ചെയ്യാം. നമ്മുടെ റെപ്പറ്റീഷൻ്റെ നമ്പർ വളരെ കുറവായിരിക്കും, അതായത് 3 to 6 ആണ് ഐഡിയൽ റേഞ്ച് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. റെപ്പ് റേഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ അധികം പറയാനുണ്ട്. തൽക്കാലം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല, അതിനൊക്കെ വേണ്ടി ഒരു ഡിഫറെൻറ്റ് വീഡിയോ ഉണ്ടാക്കാം. ശരിക്കും മസിൽ ബിൽഡ് ചെയ്യാൻ ഇന്നൊരു റെപ്പ് റേഞ്ച് എന്നില്ല. 5 to 30 റെപ്പ് വരെ മസിൽ ബിൽഡിങ് ഹൈപ്പർട്രോഫി പ്രോപ്പറായിട്ട് നടക്കും. 5 എന്നുള്ളത് 4 ആയാലും കുഴപ്പമൊന്നുമില്ല, 4 to 30 ഒക്കെയാണ് റിസർച്ചുകൾ പറയുന്നത്. പിന്നെ അതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഏത് മസിലിനാണ് വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫോർ റെപ്സ് ആയിരുന്നു നമ്മുടെ ഗോള്. പക്ഷേ ടാങ്കിൽ എനർജി ഉണ്ടായിരുന്നു. ഒരു 5 റെപ്സ് ചെയ്തു. ഒരു റെപ്പോടെ ചെയ്യാനുള്ള എനർജി ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇനിയും കുറേ വർക്കൗട്ട് ചെയ്യാണ്ട്, ലൈക്ക് ഇത് ഫസ്റ്റ് വർക്കൗട്ട് ആയിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് എനർജി സേവ് ചെയ്താണ് നമ്മൾ റിസർവ് ചെയ്താണ് പോകുന്നത്. കോമ്പൗണ്ട് മൂവ്മെൻ്റ് ആണ്. ഇപ്പോഴേ ടയർഡായി കഴിഞ്ഞാൽ പിന്നെയുള്ള വർക്കൗട്ട് ചെയ്യാൻ ഒട്ടും എനർജി ഉണ്ടാവില്ല. പിന്നെ ആ മസിൽസ് ലാഗായി തുടങ്ങും. ആ മസിൽസിന് പ്രോപ്പറായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ആ വർക്കൗട്ട് പ്രോപ്പറായി നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, നല്ല ഇൻറ്റൻസിറ്റിയിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് വർക്കൗട്ടിലേക്കുള്ള മസിൽസ് ലാഗായി തുടങ്ങും. അപ്പം നമ്മുടെ ഫൈനൽ വർക്കിംഗ് സെറ്റാണ്. നമ്മൾ ഈ വർക്കിംഗ് സെറ്റിൻ്റെ ഇടയിൽ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് വരെ റെസ്റ്റ് എടുക്കും. 3 മുതൽ 5 മിനിറ്റ് വരെ റെസ്റ്റ് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, കാരണം ഹെവി സെറ്റാണ്, കോമ്പൗണ്ട് മൂവ്മെൻ്റ് ആണ്, ഐസൊലേഷൻ പോലെയല്ല. നിങ്ങളുടെ ബോഡി ലൈക്ക് പീക്ക് പെർഫോമൻസ് കണ്ടീഷനിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ മിനിമം അത്രയെങ്കിലും റെസ്റ്റ് കൊടുക്കണം. ബൈസിപ്സോ മിഡ്ഡൽറ്റൊക്കെ ചെയ്യുന്ന പോലെ ഒരിക്കലും ഇങ്ങനത്തെ കോമ്പൗണ്ട് മൂവ്മെൻറ്റ്സ് സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല. പ്രോപ്പർ റെസ്റ്റ് കൊടുക്കണം. ഹാർട്ട് ബീറ്റ് ഒരു നോർമൽ ലെവലിലേക്ക് എത്തുന്ന അത്രയും ടൈം കൊടുക്കണം. ഇപ്പം ഫൈനൽ സെറ്റ്. വിചാരിച്ചാലും പെർഫോം ചെയ്യുന്നുണ്ട് ബോഡിയിൽ നിന്ന്. സ്ട്രെങ്ത് ലെവൽ കുഴപ്പമില്ല. അപ്പം അങ്ങനെ ആ വർക്കൗട്ട് കഴിഞ്ഞു. അടുത്തത് ഇൻക്ലൈൻഡ് ഡംബൽ പ്രസ്സാണ്. അപ്പം ബെഞ്ച് ഒരു അറൗണ്ട് 35 to 40 ഡിഗ്രിയിൽ ഇട്ടാൽ മതി. നമ്മുടെ കൂടുതൽ ഫോക്കസ് ഫ്രണ്ട് ഡെൽറ്റിലേക്കല്ല, ചെസ്റ്റിലേക്കാണ്. അപ്പം നിങ്ങൾ എത്ര ബെഞ്ച് ഇൻക്ലൈൻ ചെയ്യുന്നോ അത്രയും കൂടുതൽ ഫോക്കസ് നിങ്ങളുടെ അപ്പർ ചെസ്റ്റിലേക്കും ഫ്രണ്ട് ഡെൽസിലേക്കും പോകും. ഇപ്പോൾ 25 സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫ്രണ്ട് ഡെൽസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാത്തതിൻ്റെ കാര്യം, എൻ്റെ ഫ്രണ്ട് ഡെൽസ് ഓൾറെഡി നല്ല ഡെവലപ്ഡ് ആണ്, ഓവർ ഡെവലപ്ഡ് ആണ്. ഞാനത് മിഡിൽ ഡെൽറ്റിൻ്റെ വർക്കൗട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. വളരെയധികം ബെഞ്ച് പ്രസ് ചെയ്യുന്നതുകൊണ്ട് ഫ്രണ്ട് ഡെൽസ് ഭയങ്കര ഡെവലപ്ഡ് ആണ് കമ്പയർ ടു എൻ്റെ മിഡിൽ ആൻഡ് റിയൽ ഡെൽസ്. ലെറ്റ്സ് ഗോ. ഇൻക്ലൈൻ ഡംബിൾ പ്രസ് ചെയ്യുമ്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കോമൺ ആയിട്ട് കാണുന്ന 2 മിസ്റ്റേക്കാണ്. ടോപ്പ് പൊസിഷനിൽ ഡംബിൾ ടച്ച് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ടോപ്പ് പൊസിഷൻ വരെ പോകേണ്ട ഒരു ആവശ്യമില്ല. ഒരിക്കലും എൽബോ സ്ട്രെയിറ്റ് ആക്കേണ്ട ആവശ്യമില്ല, കാരണം ലോഡ് എപ്പോഴും താഴേക്കാണ് ഡംബിൾസ് ആയതുകൊണ്ട്. ടോപ്പ് പൊസിഷനിൽ പോയാൽ തന്നെ ചെസ്റ്റിനൊരു റെസിസ്റ്റൻസും വരുന്നില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാക്സിമം റേഞ്ച് ഓഫ് മോഷനിൽ, അതായത് ഡംബിൾസ് ചെസ്റ്റ് ടച്ച് ചെയ്യുന്ന വരെ ചെയ്യാം. ഒരിക്കലും നിങ്ങളുടെ ജോയിൻറ്റ്സ് ഇഞ്ചുറി ആവില്ല. നിങ്ങൾ പ്രോപ്പർ വെയിറ്റിലാണ് ചെയ്യുന്നതെങ്കിൽ, ലോഡ് മാനേജ്മെൻറ്റ് അറിയെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഷോൾഡർ ജോയിൻറ്റ്സ് ഇഞ്ചുറി ആവില്ല. പകരം നിങ്ങളുടെ ഷോൾഡർ ജോയിൻറ്റ്സ് കൂടുതൽ സ്ട്രെങ്തൻ ആവുകയുള്ളൂ. ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ ഡംബിൾസ് ചെസ്റ്റ് ടച്ച് ചെയ്യുന്ന വരെ ചെയ്യുക. എന്നിട്ട് ഒരു ലൈക്ക് ചെറിയൊരു ആംഗിൾ വരെ എൽബോ കൊണ്ടുപോകുക. അതിന് മുകളിലേക്ക് ഫുൾ സ്ട്രെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഫുൾ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഞ്ചുറിയിലേക്ക് പോകും അത്. കാരണം നിങ്ങൾ എൽബോ ഓവർ എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഭയങ്കര അഗ്രസീവായിട്ട് പുഷ് ചെയ്യുമ്പം ചിലപ്പോൾ എൽബോ ഓവർ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും.
ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ ചെയ്യുമ്പം തന്നെ പെക്ക് മസിൽസ് നല്ല രീതിയിൽ സ്ട്രെച്ച് ആവും. അതാണ് നമ്മളുടെ മെയിൻ ഗോൾ. പെക്ക് മസിൽസ് ലോഡ് ചെയ്യലാണ് ഗോൾ. അപ്പം അടുത്ത സെറ്റിലേക്ക് പോവാം. അടുത്ത വാം സെറ്റ് നമ്മൾ 35 kg ചെയ്യുന്നത്. എന്നിട്ട് 40 വർക്കിംഗ് സെറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഓക്കെ, 40 kg ഡംബിൾസ് 4-5 റെപ്പാണ് നമ്മുടെ ഗോള്. അപ്പം 6 റെപ്പ് ചെയ്യാൻ പറ്റി. ഒരു 2 റെപ്പും കൂടെ ഒക്കെ വേണമെങ്കിൽ പുഷ് ചെയ്യാൻ നോക്കുമായിരുന്നു. പക്ഷേ നമ്മുടെ കൂടെ സ്പോട്ടർ ഇല്ലാത്തതുകൊണ്ട് റിസ്ക് എടുക്കാൻ പോയില്ല. പിന്നെ എൻ്റെ അഡ്വൈസ്, ഹെവി ലിഫ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സ്പോട്ടറെ പുറകിൽ നിർത്തുക. ഒരിക്കലും ഒരാളോട് ഇതുപോലെ ലിഫ്റ്റ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇൻക്ലൈൻ ഡംബിൾ പ്രസ് ഫൈനൽ സെറ്റാണ്. അപ്പം ഇത് 6 റെപ്പ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് വെയിറ്റ് കൺട്രോൾ ചെയ്യാനുള്ള എനർജി ഇല്ലാന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഡ്രോപ്പ് ചെയ്ത്. അങ്ങനെ ചെസ്റ്റിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു. ചെസ്റ്റും ഫ്രണ്ട് ഡെൽസും കഴിഞ്ഞു. ഇനി നമ്മൾ മിഡ് ഡെൽസും റിയർ ഡെൽസിലേക്കാണ് പോകുന്നത്. നമ്മുടെ അടുത്ത വർക്കൗട്ട് മിഡിൽ ഡെൽസിനുള്ളതാണ്. മിഡ് ഡെൽറ്റിന് നിങ്ങൾക്ക് എൻ്റെ ഡെൽസ് നോക്കിയാൽ അറിയാം. ഫ്രണ്ട് ഡെൽറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മിഡിൽ ഡെൽറ്റും റിയർ ഡെൽറ്റും ഭയങ്കര വീക്കാണ്. ഫ്രണ്ട് ഡെൽറ്റ് ഭയങ്കര ഓവർ ഡെവലപ്ഡ് ആണ്. മിഡിൽ ഡെൽറ്റിലും റിയർ ഡെൽറ്റിലും കൂടുതൽ ഫോക്കസ് കൊടുക്കണം. മിഡ് ഡെൽറ്റ് ട്രെയിൻ ചെയ്യാൻ കേബിൾ ലാറ്ററൽ റൈസ് ആണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ അറ്റാച്ച്മെൻ്റ് ഉണ്ട്, നമ്മുടെ ഫോറാമുമായിട്ട് കേബിൾ അറ്റാച്ച് ചെയ്യാൻ പറ്റിയ സാധനം. അപ്പം ഇതുണ്ടെങ്കിൽ നമുക്ക് ഗ്രിപ്പിൻ്റെ ആവശ്യമില്ല, സുഖമായിട്ട് കറക്റ്റ് മസിൽ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ കുറച്ച് ഇൻക്ലൈൻഡ് പൊസിഷനിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ 3 സെറ്റും ഒരേ വെയിറ്റിലാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഡെൽസ് വാമായി. നമ്മൾ 2 പുഷ് വർക്കൗട്ട് ചെയ്ത് ഡെൽസ് ഓൾറെഡി വാമായിട്ടുണ്ടാവും. പുറത്തേക്കല്ല ഇൻക്ലിനേഷൻ കൊടുക്കുന്നത്, ഉള്ളിലേക്കാണ്. കാരണം ഈ ഒരു പോർഷനിൽ നമുക്ക് നല്ല ടെൻഷൻ കിട്ടും. പുറത്തേക്ക് നമ്മൾ ഇൻക്ലിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും റേഞ്ച് ഓഫ് മോഷൻ നമുക്ക് പോകും. ഓക്കെ, അപ്പം ഇതിൻ്റെ റേഞ്ച് ഓഫ് മോഷൻ എന്ന് വെച്ചാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഉണ്ട്. പക്ഷേ നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ റേഞ്ച് ഓഫ് മോഷൻ ഇത്രയേ ഉള്ളൂ. ഇത്രയും റേഞ്ച് ഓഫ് മോഷൻ കട്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിലേക്ക് ഇൻക്ലിനേഷൻ കൊടുക്കുന്നത്. നമ്മളൊരു കാര്യം വിട്ടുപോയി. ഇത് കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടി ഹിപ്പ് ഹൈറ്റിലിട്ടാൽ ഒന്നുകൂടെ നല്ല പാത്തായിരിക്കും, ഒന്നുകൂടെ നല്ല റെസിസ്റ്റൻസും കിട്ടും. ഇങ്ങനെ ഒരു 3 റെപ്പിറ്റേഷൻ കൂടെ അടിക്കുക, എന്നിട്ട് മറ്റേലേക്ക് പോവാം, എന്നിട്ട് അടുത്ത കൈ ചെയ്യാം. അപ്പം റെസിസ്റ്റൻസ് നന്നായിട്ട് കൂടിയുണ്ട്. മസിൽ കുറച്ചുകൂടെ എനർജി ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ ഈ സെറ്റ് ഡ്രോപ്പ് ചെയ്യാണ്. ഡ്രോപ്പ് സെറ്റ് ചെയ്ത് മാക്സിമം മസിൽ ഹൈപ്പോട്രഫി വരുത്താൻ നോക്കുകയാണ്. ഇപ്പോൾ ലാറ്ററൽ റൈസ് ഫൈനൽ സെറ്റാണ്. ഈ സെറ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്യും. ഡ്രോപ്പ് സെറ്റാണ് ചെയ്യുന്നത്. മാക്സിമം നമുക്ക് സ്ക്വീസ് ഔട്ട് ചെയ്യാൻ നോക്കണം. എന്നിട്ട് മാക്സിമം ഹൈപ്പോട്രോഫി കൊടുക്കാൻ നോക്കണം മസിൽസിന്. ഓക്കെ, ഡ്രോപ്പ്. അങ്ങനെ ലാറ്ററൽ റൈസും കഴിഞ്ഞ് ഇനി റിയർ ഡെൽറ്റിനുള്ള വർക്കൗട്ടാണ്. ഡെൽറ്റ്സ് നല്ല പമ്പായി നിൽക്കുന്നുണ്ട്. അപ്പം ഇനി അടുത്ത് നമ്മൾ ചെയ്യാനുള്ളത് റിയർ ഡെൽറ്റ്സ് ആണ്. റിയർ ഡെൽറ്റിന് നമ്മൾ 2 വർക്കൗട്ടാണ് ചെയ്യുന്നത്. കാരണം റിയർ ഡെൽറ്റ് ഭയങ്കര കുറവാണ് കമ്പയർഡ് ടു ഫ്രണ്ട് ആൻഡ് മിഡിൽ ഡെൽറ്റ്. അപ്പം റിയർ ഡെൽറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ, റിയർ ഡെൽറ്റ് ബിൽഡ് ചെയ്യാൻ കറൻ്റ്ലി 2 വർക്കൗട്ടാണ് ചെയ്യുന്നത്. ഒന്ന്
കേബിൾ റിവേഴ്സ് ഫ്ലൈ. അത് രണ്ട് കൈയും ഒരുമിച്ചാണ് ചെയ്യുന്നത്. രണ്ടാമത്തും കേബിൾ റിവേഴ്സ് ഫ്ലൈ തന്നെയാണ്, പക്ഷേ ഒരു ഡിഫറെൻറ്റ് വേരിയേഷനാണ്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല മൈൻഡ് മസിൽ കണക്ഷൻ വേണം. നിങ്ങൾ കൂടുതൽ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. മാക്സിമം മൈൻഡ് റിയർ ഡെൽറ്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ നോക്കുക. കാരണം ഇത് ചെയ്യുമ്പോൾ മിഡ് റാംസിലേക്കും റോംബോയിഡ്സിലേക്കും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. മിനിമൽ വെയിറ്റ് ചെയ്യുക, നല്ല മിനിമൽ വെയിറ്റ് ചെയ്യുക, എന്നാൽ മാത്രമേ മസിൽ ഫോക്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റൂ. സൂപ്പർ. റിയർ ഡെൽസ് നല്ല പമ്പാവുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് വർക്കൗട്ട്. ഇത് കഴിഞ്ഞ് അടുത്ത് സെയിം റിവേഴ്സ് കേബിൾ ഫ്ലൈ തന്നെ ഒരു ഡിഫറെൻറ്റ് വേരിയേഷനാണ്. നമ്മുടെ അടുത്ത വർക്കൗട്ടും റിയർ ഡെൽറ്റുള്ള തന്നെയാണ്. നല്ല മൈൻഡ് മസിൽ കണക്ഷൻ വേണ്ട വർക്കൗട്ടാണ്. പ്രോപ്പറായിട്ട് ചെറിയ വെയിറ്റിൽ ചെയ്യണം, എന്നാൽ മാത്രമേ കറക്റ്റ് ഞാൻ റിയർ ഡെൽറ്റിലേക്ക് വരും. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മസിലിലേക്ക്, ബാക്ക് മസിലിലേക്കൊക്കെ പോകും. ഇനി ട്രൈസിപ്സ് കൂടെയാണ് ബാക്കിയുള്ളത്. നമുക്ക് ട്രൈസിപ്സിന് 2 വർക്കൗട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഓവർ ഹെഡ് പ്രസ് കേബിളാണ് ചെയ്യുന്നത്, പിന്നെ ഒരു പുഷ് ഡൗൺ, റോ പുഷ് ഡൗൺ. ഇത് നമ്മൾ ഡ്രോപ്പാണ് ചെയ്യുന്നത്, ഡ്രോപ്പ് ടിൽ ഫെയിലിയർ. ലാസ്റ്റ് ഡ്രോപ്പ്. മൂന്ന് ഡ്രോപ്പാണ് ചെയ്ത്, 3 ഡ്രോപ്പും ടിൽ ഫെയിലിയർ വരെ. ഹൈ വോളിയം ഡേ ആണ്. ആരും ഇത് അതേപോലെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യരുത്. ഇതിനു വേണ്ടി പ്രിപ്പയർ ആയി വന്നാണ് ഞാൻ. എൻ്റെ രാവിലെ തൊട്ടുള്ള ഡയറ്റും കാർബ് കഴിക്കുന്നു എല്ലാം ഹൈ വോളിയം ഡേ അനുസരിച്ചാണ് ഇന്നത്തെ കാലറി ഇൻടേക്കും. അപ്പം ഈ വർക്കൗട്ട് ഒരിക്കലും ഇതേപോലെ ബ്ലൈൻഡായിട്ട് ചെയ്യാതിരിക്കുക. ആ വർക്കൗട്ട് അങ്ങനെ കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് വർക്കൗട്ട് റോ പുഷ് ഡൗൺ ആണ്. 2 റോപ്പ് യൂസ് ചെയ്തിട്ടുള്ള പുഷ് ഡൗൺ ആണ് സാധാരണ നമ്മൾ ചെയ്യാറ്. അതാകുമ്പം കുറച്ചുകൂടെ ട്രൈസിപ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ 2 റോപ്പ് ഇല്ലാത്തതുകൊണ്ട്, അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ സിംഗിൾ ആമിൽ ആണ് റോ പുഷ് ഡൗൺ ചെയ്യുന്നത്. ഇതാകുമ്പോൾ കുറച്ചുകൂടെ ട്രൈസിപ്സിൽ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടും കഴിഞ്ഞ് ഇന്നത്തെ ട്രൈസിപ്സിന് 2 വർക്കൗട്ട് ചെയ്ത് അത് രണ്ടും ടിൽ ഫെയിലിയർ ചെയ്തു. നല്ല അടിപൊളി വർക്കൗട്ട് സെഷൻ ആയിരുന്നു. നല്ല എനർജി വേണം. ഇന്നത്തെ എൻ്റെ ഡയറ്റ് എന്ന് വെച്ചാൽ ഞാൻ രാവിലെ തൊട്ട് നല്ല രീതിയിൽ കാർബ് ലോഡ് ചെയ്തു, നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിട്ടാണ് വന്നത്. വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു മണിക്കൂർ മുന്നേ ഒരു മീൽ, വർക്കൗട്ട് ചെയ്യുന്നതിന് 20 മിനിറ്റ് 15 മിനിറ്റ് മുന്നേ പ്രീ വർക്കൗട്ട്. അതിൻ്റെ കൂടെ തന്നെ വർക്കൗട്ടിൻ്റെ ഇടയിൽ കുടിച്ചുകൊണ്ടിരുന്നത് ഇലക്ട്രോലൈറ്റ്. അപ്പം അത്രയും എനർജി ബോഡിക്ക് കൊടുത്തിട്ടാണ് ഇത്രയും വോളിയമുള്ളൊരു വർക്കൗട്ട് ചെയ്തത്. അപ്പം ഞാൻ പിന്നെയും എടുത്ത് പറയാണ്, ബിഗിനേഴ്സ് ഒരിക്കലും ഇത് കണ്ട് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യരുത്. ഇതിന് നല്ല രീതിയിൽ പ്രിപ്പയർ ആയി വന്നിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ റിസൾട്ട് ഒപ്റ്റിമൈസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഡയറ്റും വർക്കൗട്ടും അതിനനുസരിച്ച് തന്നെ പ്രോപ്പറായിട്ട് ചെയ്യണം. അപ്പം ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് ബോഡി കണ്ടീഷൻ ചെക്ക് ചെയ്യാം. അപ്പം ചെറുതായിട്ട് കുറച്ചൊന്ന് ബോഡി ഫാറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ അത്യാവശ്യം ഇപ്പം കാർബ് കഴിക്കുന്നുണ്ട്. ബോഡി വെയ്റ്റ് ഓൾമോസ്റ്റ് 72 ടച്ച് ചെയ്തിരുന്നു. അപ്പം ഇനി താഴേക്ക് കൊണ്ടുപോയാൽ സ്ട്രെങ്ത്ത് വല്ലാതെ കുറയും. അപ്പം ഇവിടെ നിന്ന് ഈ ഒരു ഫാറ്റ് പെർസെൻറ്റേജിൽ നിർത്തി ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനാണ് പ്ലാൻ. ഫാറ്റ് പെർസെൻറ്റേജ് എന്തായാലും കുറച്ച് കൂടും. 74 ആണ് നമ്മുടെ ഗോള്. 74 ആണ് ബൈ ഇയർ എൻഡ് 74 എത്തിക്കാനാണ് ഗോള്. അപ്പം ഇതാണ് കറൻറ്റ് ബോഡി കണ്ടീഷൻ. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഓവറോൾ ബോഡി കണ്ടീഷനിൽ വലിയ മാറ്റമൊന്നുമില്ല, ആ ഒരു പ്രൊപ്പോർഷൻ തന്നെയാണ്.
ഇപ്പം ഇന്ന് അപ്പർ ചെയ്തുകൊണ്ട് അപ്പർ ബോഡി കുറച്ച് വലുതായിട്ട് തോന്നും, ലെഗ് ചെറുതായിട്ട് തോന്നും. അത് നേരെ ലെഗ് ചെയ്യുന്ന ദിവസം നേരെ തിരിച്ചും തോന്നും. അത് കാര്യമാക്കണ്ട, അത് ഓൾമോസ്റ്റ് എല്ലാവരുടെ കേസിലും അങ്ങനെ തന്നെ ഇരിക്കും. വേറൊന്നും കൊണ്ടല്ല, അത് ബോഡി പമ്പ് ചെയ്ത് ഫുൾ മസിൽസ് എല്ലാം പമ്പ് ചെയ്ത് നിൽക്കുന്നതിനോണ്ടാണ്. അങ്ങനെ നമ്മുടെ വർക്കൗട്ടെല്ലാം വർക്കൗട്ട് കഴിഞ്ഞിട്ടുള്ള മീല് പ്രോട്ടീൻ ഷേക്ക്. അപ്പം ഇന്ന് പ്രോട്ടീൻ ഷേക്ക് മാത്രമല്ല ഉള്ളത്, പ്രോട്ടീൻ ഷേക്കിൻ്റെ കൂടെ കുറച്ച് ഹൈ പ്രോട്ടീൻ ഓട്സും മ്യൂസ്ലിയും രണ്ടും കൂടെ മിക്സ് ചെയ്താണ് കഴിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു 3 മണിക്കൂർ മുന്നെയാണ് നമ്മൾ ലാസ്റ്റ് മീൽ കഴിച്ചത്. 3-3.5 മണിക്കൂറായി ഉണ്ടാവും. അപ്പം നല്ല വിശപ്പുണ്ട്. ഓൾറെഡി പ്ലാൻ ചെയ്ത് വന്നതാണ്, കാരണം ഇന്ന് വീഡിയോ എടുക്കുന്നതിനോണ്ട് വർക്കൗട്ട് കഴിയാൻ സമയമാവും എന്ന് ഉറപ്പായിരുന്നു. അപ്പം ഓട്ട് മീൽ വിത്ത് വേ പ്രോട്ടീനാണ് നമ്മളുടെ പോസ്റ്റ് വർക്കൗട്ട്. ഇത് ഏകദേശം ഒരു 30 ഗ്രാം പ്രോട്ടീനും ഒരു അറൗണ്ട് ഒരു 300-350 കാലറീസും വരും. വർക്കൗട്ടിന് ശേഷമായതുകൊണ്ട് കാർബ് വലിയ കുഴപ്പമില്ല, നമുക്ക് എനർജി വേണം. അപ്പം നമ്മളിന്ന് അപ്പർ ബോഡി സെഷനാണ് ചെയ്തത്. മെയിനായിട്ട് ഫോക്കസ് അപ്പർ ബോഡിയിലാണ്. ബെഞ്ച് പ്രസ് തീരെ ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബെഞ്ച് പ്രസ്സിന്, അതായത് പവർ ലിഫ്റ്റിംഗ് ഫോക്കസ്ഡായി ബെഞ്ച് പ്രസ്സിന് ഒരു സെപ്പറേറ്റ് ഡേ ഉണ്ട്. അപ്പം അത് നമ്മൾ പവർ ഫിറ്റ്നസ് എന്നാണ്, അതായത് പവർ ലിഫ്റ്റിംഗ് ജിമ്മിൽ നിന്നാണ് ചെയ്യാറ് സാധാരണ. അതിൻ്റെ ഒരു വീഡിയോ ഒരു സെപ്പറേറ്റ് വ്ളോഗായിട്ട് ഇടാം. അപ്പം ഇതുപോലെ അടിപൊളി വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ്. അണ്ടിൽ ദെൻ സൈനിങ് ഔട്ട്.